ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അലസയിലുള്ള ഏറ്റവും വലിയ മാളാണ് കേട്ടോ, തേമാൾ എന്ന് പറയും. ഈ അലസയിൽ ഏറ്റവും വലുത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയതിന് ശേഷം ഓർത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന്, പുറമേ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഈ മുകൾ ഭാഗത്ത് നമ്മൾക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. പ്ലേ സ്റ്റേഷൻ എന്ന് പറയാൻ എന്താ പറയണ്ടേ, അതൊക്കെ മേലെയാണ്. കാരണം നമ്മൾ എക്സിബിഷനെല്ലാം പോയിക്കാൻ ഉള്ളതുപോലെ അതുമല്ല, അതിലും കൂടുതലുണ്ട്. അപ്പോൾ ഒരുവിധം ഞാൻ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരുവിധം ഒഴിവാക്കി. കാരണം കുറേ നടന്നിട്ട് കാല് വേദന. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ എല്ലാ ഐറ്റംസിൻ്റെയും സൗണ്ട്, ഭയങ്കര സൗണ്ടും പിന്നെ ആൾക്കാരും ഈ എന്താ പറയണ്ടേ, അറബികൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള പൈസ തെച്ചു ഇങ്ങനെയുള്ള സ്ഥലത്തും പിന്നെ ഫുഡ് കോർട്ടിലും തോന്നുന്നു കൂടുതലായിട്ട് ചിലവാക്കുന്നത്. മൊത്തം മലയാളീസൊന്നും ഒന്നുമില്ല, മൊത്തം അറബികളേ ഉള്ളൂ കേട്ടോ. അറബികളും പാകിസ്ഥാനിയുണ്ട്, പാകിസ്ഥാനിയും, എന്നാലും ഫുൾ അറബികളാണ്. കാരണം ഒരുപാട് ഞാൻ കുറച്ച് അങ്ങോട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾ കാണും. അത് മാത്രമല്ല, ഈ ഭാഗത്ത് ഈ കുട്ടികളത് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കും ഉണ്ട് കളിക്കേണ്ട ഒരുപാട്. പിന്നെ മോൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക, ജസ്റ്റ് മോൾക്ക് റൂമിൽ തന്നെ ആയതുകൊണ്ട് കുട്ടികളെ കണ്ടാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം വെറുതെ ഞാൻ ഇതുവരെ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു ഇവിടെ കയറിയിട്ടില്ല. താഴെ ഭാഗത്ത് വരുത്തുണ്ട്, മുകൾ ഭാഗത്ത് കയറലില്ല. കാരണം എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്തിനാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ക്ഷീണം പിടിച്ചിരിക്കാനാക്കുന്നത്, അതുകൊണ്ട് ഞാനങ്ങനെ കയറലില്ല. അപ്പം ഞാൻ ഇന്ന് മോളൊന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചിട്ട് കയറിയതാണ്. കയറി നടന്ന് എൻ്റെ മോനെ എന്താ പറയണ്ടേ. പിന്നെ ഫുഡ് കോർട്ടാണെങ്കിൽ അതിൻ്റെ തിരക്ക് അത് വേറെ തന്നെ. അതിൽ ഇരിക്കാൻ ഒരു സ്പേസ് ഇല്ല, കാലിയായിട്ട് ഫുൾ ആൾക്കാരാണ്. അതിൻ്റെ തിരക്കും കാര്യങ്ങളും നിങ്ങൾ കാണണം. ഇതൊരു ചെറിയൊരു ഭാഗമാണ്, ഇത് ബാക്കി അങ്ങോട്ടെല്ലാം ഒരുപാടുണ്ട്. കഴിയുന്നതെടുത്ത് പിന്നെ ഈ ബലൂണിന് വേണ്ടിയിട്ട് മോള് കുറേ ഇതാക്കിന് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാണുന്ന ടൈമേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ അത് വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ട പറഞ്ഞത്. കാരണം കാണുന്നെല്ലാം പെട്ടെന്ന് വാങ്ങിച്ചു കൊടുത്തതിന് പിന്നെ അതൊരു ശീലമാവില്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ ഇതാക്കിയിട്ടില്ല. പിന്നെ ഇതൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സാധനം ബാക്കോട്ടേക്കാണ് പോകുന്നത്. പൊതുവേ നമ്മൾ എക്സിബിഷനിൽ പോയിക്കാൻ ഫ്രണ്ടിലോട്ടല്ലേ പോക്ക്, ഇത് നേരെ ഓപ്പോസിറ്റ്. എന്താണെന്നായിരിക്കറിയാം, ഇറങ്ങിക്കഴിഞ്ഞാൽ കിളിപോയ അവസ്ഥയ്ക്ക്. പിന്നെ ഇത് നല്ലൊരു രസമുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കയറാൻ പറ്റിയൊരു. പക്ഷെ കാണുമ്പോൾ ഒരു പേടിയുണ്ട്. പിന്നെന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല. അങ്ങനെ ഇറങ്ങി ഞാൻ ഇപ്പോഴത്തെ ഭാഗത്തേക്ക് വന്നതിന് മോളൊന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് പോയി കേട്ടോ. ആ സൈഡ് പോയാൽ കാണുന്ന മോളെ കമ്പൽ വീടുന്നത്. അങ്ങനെ കുറച്ച് നോക്കി. പിന്നെ എത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാൻ, ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ചെമ്മു പറഞ്ഞു മതി, അത് വിട്ടേ പറഞ്ഞു, അത് ഒഴിവാക്കി. കൂടുതലൊന്നും കറങ്ങിയിട്ടില്ല. പിന്നെ അത് പോയില്ലേ, വിട്ടു.